السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. പണയവസ്തു വിൽക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു സ്വർണ്ണ നാണയം പണയം വെച്ച് എന്നോടൊരു 1,00,000 രൂപ കടം വാങ്ങിയാൽ എന്തിനാണ് പണയം വെക്കുന്നത്? ആ 1,00,000 രൂപ എനിക്ക് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഈ സ്വർണം വിറ്റ് ആ 1,00,000 വസൂലാക്കാനല്ലേ? അതാരാണ് വിൽക്കുക? എപ്പോഴാണ് വിൽക്കുക? 2 മാസത്തെ അവധി പറഞ്ഞിട്ടാണ് 1,00,000 വാങ്ങിയതെങ്കിൽ 2 മാസം പൂർത്തിയായാൽ ഇൻ ഹല്ലദ്ദൈനും വിൽക്കാം. വലഹു തലബു ബൈഇഹി. അപ്പം ഞാൻ നേരെ കണ്ട് പോയി വിൽക്കല്ലേ ചെയ്യുക. എന്നോട് കടം വാങ്ങിയ ആളില്ലേ, ഈ സ്വർണ്ണ ചെയിനിൻ്റെ ഉടമസ്ഥൻ റാഹിൻ, അയാളോട് വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുക. വലഹു പണയം സ്വീകരിച്ച ആൾക്കുണ്ട് തലബു ബൈഇഹി, പണയവസ്തു വിൽക്കാൻ ആവശ്യപ്പെടലുണ്ട്. അല്ലെങ്കിൽ പിന്നെ കടം വീട്ടാൻ പറയാം. 2,000 പറ്റുള്ളൂ കേട്ടോ, വിൽക്കൽ മാത്രമല്ല ഓപ്ഷൻ. 1,00,000 ഇങ്ങോട്ട് കൊണ്ടാന്ന് പറയാം. ഔ തലബു ഖളാഇ ദൈനിഹി ഇല്ലം യുബഅ, വിൽക്കപ്പെടുന്നില്ലെങ്കിൽ കടം വീട്ടണമെന്നും ആവശ്യപ്പെടാം. വിൽക്കൽ മാത്രമല്ല നിർബന്ധം. വലാ യുൽസിമുർ റാഹിനൽ ബൈഅ, പണയം വെച്ചവനെ വിൽക്കാൻ നിർബന്ധിക്കുന്നതല്ല. ബിഐ ഖുസൂസി, വിൽപ്പനയ്ക്ക് മാത്രം. ബൽ പ്രത്യുത ഇന്നമായ തുരുബുൽ മുർത്തഹിനു, മുർത്തഹിൻ ആവശ്യപ്പെടുക അഹദുൽ അംറൈനി, രണ്ടാലൊരു കാര്യമാണ്. നീ ഒന്നിരിക്കുക കടം വീട്ടണം അല്ലെങ്കിൽ വിൽക്കണമെന്ന്. അതാണ് അഹദുൽ അംറൈൻ, 2 കാര്യത്തിലൊന്ന്. എപ്പോഴാണിത്? ഇൻ ഹല്ലദൈൻ, കടത്തിന് അവധിയായാൽ, കടം വീട്ടാൻ സമയമായാൽ. മുർത്തഹിന് രണ്ടാലൊരു കാര്യമാണ് ആവശ്യപ്പെടുക. ഈ ആവശ്യപ്പെടാതെ എന്ത് ചെയ്യേണ്ടതില്ല, പണയം വെച്ചാൾ വിൽക്കേണ്ടതും ഇല്ല കേട്ടോ. എന്നോട് സമ്മതം ചോദിച്ചിട്ടാണ് പണയം വെച്ചാൾ വിൽക്കേണ്ടത്. കാരണം പണയം സ്വീകരിച്ച ആൾക്ക് ഹക്കുണ്ടല്ലോ ആ സാധനത്തിൽ, എന്നോട് കടം വാങ്ങിയതുകൊണ്ട്. വൈന്നമാ എബിയോ റാഹിനു, പണയം വെച്ചയാൾ വിൽക്കും. ബീദിനിൽ മുർത്തഹിനി, പണയം സ്വീകരിച്ച ആളുടെ സമ്മതത്തോടെ. ഇന്ദൽ ഹാജത്തി, ആവശ്യമുണ്ടാകുമ്പോൾ. ലി അന്നലഹു, എന്തിനാ അപ്പോൾ എൻ്റെ സാധനം വിൽക്കാൻ അവൻ്റെ സമ്മതം ചോദിച്ചാൽ? ലി അന്നലഹു, കാരണം പണയം സ്വീകരിച്ച ആൾക്കുണ്ടല്ലോ ഫീഹി, അതിൽ ഹക്കൻ, ഒരവകാശമുണ്ടല്ലോ. അപ്പം എൻ്റെ സമ്മതത്തിലൂടെ വിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ 1,00,000 റുപ്യ വീട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സ്വർണം വിറ്റത്. ഈ വിറ്റ് കിട്ടിയ പൈസ 1,00,000 റുപ്യ ഉണ്ടെങ്കിൽ ആ 1,00,000 റുപ്യ ആർക്ക് തന്നെ കൊടുക്കണം? എനിക്ക് തന്നെ തരണം, മറ്റുള്ള കടക്കാർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം എന്നോട് വാങ്ങിയ കടത്തിനാണ് ഇത് പണയം വെച്ചിട്ടുള്ളത്. വയുഖദ്ദമുൽ മുർത്തഹനു, പണയം മുർത്തഹിനു, യുഖദ്ദിമുൽ മുർത്തഹിന, അവൻ മുന്തിക്കേണ്ടതാണ്. മുർത്തഹിന, പണയം സ്വീകരിച്ചയാളെ ബിസമനിഹി, ഈ വസ്തുവിൻ്റെ വില കൊണ്ട് മുന്തിക്കേണ്ടതാണ്. അല സാഇരിൽ ഖുറമായി, മറ്റ് കടക്കാരേക്കാൾ. ഗരീം എന്ന് പറഞ്ഞാൽ കടക്കാരൻ, ഖുറമാ കടക്കാരേക്കാൾ. അപ്പോൾ ഏതായാലും വിൽക്കാൻ വേണ്ടി പറഞ്ഞു, അയാൾ വിൽക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ഭരണാധികാരിൻ്റെ അടുത്ത് കേസ് കൊടുക്കും. അവിടെ ഭരണാധികാരി അയാളെ വിളിച്ചിട്ട് പറയും, ഒന്നിക്കൽ കടം വീട്ടുക, അതിനെങ്കിൽ വിൽക്കാൻ വേണ്ടി സമ്മതം കൊടുക്കണമെന്ന് പറയും. വൈൻ അബൽ മുർത്തഹിനുൽ ഇതിന, അപ്പോൾ പണയം സ്വീകരിച്ച ആൾ സമ്മതം കൊടുക്കാൻ വിസമ്മതിച്ചാൽ, അതെ എന്നോട് സമ്മതം ചോദിക്കണം എന്നല്ല, വിൽക്കണമെങ്കിൽ എൻ്റെ അടുത്താണ് സ്വർണം പണയം വെച്ചിട്ടുള്ളത്, അപ്പോൾ എൻ്റെ സമ്മതത്തോടുകൂടെ വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ല, ഞാൻ സമ്മതം കൊടുക്കുന്നില്ലെങ്കിലോ? ഫൈൻ അബൽ മുർത്തഹിനുള്ളീദിന, മുർത്തഹിൻ സമ്മതം നൽകാൻ വിസമ്മതിച്ചാൽ, അപ്പം മുർത്തഹിനോട് ഭരണാധികാരി പറയും, ഇതിന് ഫി ബൈഹി, നീ അവന് വിൽക്കാൻ വേണ്ടി സമ്മതം കൊടുക്ക്, അല്ലെങ്കിൽ അബ്രിയൂഹുവിനത്തേനി, അല്ലെങ്കിൽ കടം പൊരുത്തപ്പെട്ട് കൊടുക്ക്. അബ്ര എന്നാണ് പൊരുത്തപ്പെട്ട് ബാധ്യത ഒഴിവാക്കി കൊടുത്തു എന്ന്, അതിൻ്റെ പേരാണ് ഇബ്ര. ഓക്കെ. വലഹു, ഇനി ഇപ്പോൾ പണയം വെച്ച ആൾ സ്വർണം വിൽക്കണം, എന്നിട്ട് എൻ്റെ കടം വീട്ടണം. അയാൾ വിൽക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലോ?
പണയം വെച്ചയാൾ, അയാളതാണല്ലോ സാധനം, സ്വർണ്ണമാല എൻ്റെ കൈവശമാണുള്ളതെങ്കിലും ഭരണാധികാരി അയാൾ നിർബന്ധിക്കണം, അല്ലെങ്കിൽ അയാൾ ജയിലിലിടണം. എന്നിട്ട് ഞാൻ വിൽക്കൂല എന്നാണ് പറയണത് എങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യം ഉണ്ടാവും, പണയം വെച്ച് പൈസ കടം വാങ്ങി അയാൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ടാവും, പിന്നെ അയാൾക്ക് വിൽക്കാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം വരും. കാരണം അയാൾ ഗായിബാണ്, എൻ്റെ കടം വസൂലാക്കാനുള്ള സാധനങ്ങളൊന്നും വേറില്ല, എനിക്ക് തരാനുള്ള പൈസ ഈടാക്കാൻ ഈ ആൾ ഗൾഫിൽ പോയി, അയാൾക്ക് വേറെ സ്വത്തുമില്ല, ഈ സാധനം മാത്രമേ ഉള്ളൂ, അതിന് അയാളെ സമ്മതം വാങ്ങാൻ അയാൾ ഗൾഫിലുമാണ്, വിദേശത്തുമാണ്. അവിടെ പിന്നഞ്ഞ് അതിനാണ് ഭരണാധികാരി വരിക, ഭരണാധികാരിയുടെ വെക്കും. വൈജ്ബറു റാഹിനുൻ, പണയം വെച്ചവനെ നിർബന്ധിക്കപ്പെടും. അതായത് യുജ്ബിറുൽ ഹാക്കിമു, ഭരണാധികാരി അയാളെ നിർബന്ധിക്കും. അജ്ബറ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. അല അഹദിൽ അമ്രൈനി, നേരത്തെ പറഞ്ഞ രണ്ട് കാര്യത്തിൽ ഒന്നൊക്കെ കടം വീട്ടാൻ പറയും, അല്ലെങ്കിൽ വിൽക്കാൻ പറയും, രണ്ടിലൊരു കാര്യത്തിന് നിർബന്ധിക്കും. ഇതം തന, അയാൾ വിസമ്മതിച്ചാൽ. എങ്ങനെയാണ് നിർബന്ധിക്കുക? ബിൽ ഹബ്സി, ജയിലിലിട്ട് കൊണ്ടോ, വൈരിഹി മറ്റോ. ഫഇൻ അസ്വറ അലൽ ഇംതിനാ, അയാൾ വിൽക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറച്ചു നിന്നാൽ, ഇംതിനായിൽ ഉറച്ചു നിന്നാൽ, അയാൾ ഉറച്ചു നിന്നാൽ, ഇംതിനായി വിൽപ്പനക്കുള്ള തൻ്റെ സമ്മതമില്ലായ്മയിൽ ഉറച്ചു നിന്നാൽ, അല്ലെങ്കിൽ ഔകാന ഗായിബൻ, അയാൾ ഇവിടെ സ്ഥലത്തില്ലാത്ത ആളാണ്, വലൈസ ലഹു മാ യുവഫ മിൻഹു, ഈ കടം വീട്ടാനുള്ള ഒന്നും അയാൾക്ക് ഇവിടെ ഇല്ലതാനും, വീടോ പറമ്പോ പൈസയൊന്നുമില്ല. വലൈസ ലഹു, ബാങ്കിലൊന്നും ബാക്കി പൈസ അല്ല. വലൈസ ലഹു, അയാൾക്കില്ല, മാ യുവഫ, കടം വീട്ടാനുള്ള വസ്തു, മിൻഹു, അതിൽ നിന്ന്, അയാളുടെ സ്വത്തിൽ നിന്ന് കടം വീട്ടാനുള്ള പണമൊന്നും ഇവിടെ ബാക്കിയുമില്ലെങ്കിൽ, അയറുർ റഹിനി, ഈ പണയ വസ്തു അല്ലാതെ വേറൊന്നുമില്ല എങ്കിൽ, ബാഅഹു അലൈഹി ഖാദിൻ, അയാൾക്കെതിരെ ഖാദി, ജഡ്ജി വിൽപ്പന നടത്തും. ബാദ സുബൂത്തിദ്ദൈനി, ഖാദിക്ക് വിൽപ്പന നടത്തണമെങ്കിൽ കുറേ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇയാൾ പൈസ കൊടുക്കാണ്ടോ, അത് സ്ഥിരപ്പെടണം. ഈ സാധനം അയാളുടെ ഉടമസ്ഥതയിലാണോ, സ്ഥിരപ്പെടണം. പണയം എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, അതും സ്ഥിരപ്പെടണം. അതുപോലെ തന്നെ ഈ പണയ വസ്തു ഇയാളുടെ അധികാര പരിധിയിൽ നിൽക്കുന്ന സാധനമാണോ, അതും വേണം ഉറപ്പുവരുത്തുക. കാരണം ഇത് വിൽക്കണമെങ്കിൽ ഇയാളെ ഖാദിയുടെ അധികാര പരിധിയിലായിരിക്കണം. എവിടെയെങ്കിലുള്ള സാധനമൊന്നും ഖാദിക്ക് വിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഖാദി അയാൾക്കെതിരെ വിൽപ്പന നടത്തണം. ബാദ സുബൂത്തിദ്ദൈനി, കടം സ്ഥിരപ്പെട്ടതിന് ശേഷം. മിൽക്കി റാഹിനി, പണയം വെച്ചവൻ്റെ ഉടമസ്ഥതയും സ്ഥിരപ്പെട്ടതിന് ശേഷം. വർറഹിനി, പണയമാണ് ഇവിടെ നടന്നത് എന്നും സ്ഥിരപ്പെട്ടതിന് ശേഷം. കൗനിഹി ബി മഹല്ലി വിലായത്തിഹി, അത് അവൻ്റെ അധികാര പരിധിയിലാണ് എന്നും സ്ഥിരപ്പെട്ടതിന് ശേഷം ഖാദി അവനെതിരെ വിൽപ്പന നടത്തണം. എന്നിട്ട് വഖലദ്ദൈന മിൻ സമനിഹി, വിറ്റ് കിട്ടുന്ന വിലയിൽ നിന്ന് ഇയാളുടെ കടം വീട്ടുകയും ചെയ്യണം. എന്തുകൊണ്ട്? ഖാദിക്ക് വിൽക്കാൻ അധികാരമുണ്ടായി. ദഫ്അൻ ലിളറരിൽ മുർത്തഹിനി, പണയത്തിൽ സ്വീകരിച്ചവൻ്റെ ബുദ്ധിമുട്ടിന് ഒഴിവാക്കാൻ വേണ്ടി, ദഫ്അൻ ഒഴിവാക്കാൻ വേണ്ടി. ഇനി എൻ്റെ അടുത്താണല്ലോ പണയം വെച്ചത്, ഞാനാണല്ലോ മുർത്തഹിൻ, ഞാൻ തന്നെ വിൽക്കുകയാണെങ്കിലോ, എന്നോട് വിൽക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ തന്നെ വിൽക്കുകയാണെങ്കിലോ, അതിനെന്താണ്? ആദ്യം പണയം വെച്ചാണ് സമ്മതം വേണം, അയാളുടെ സാന്നിധ്യത്തിലേ വിൽക്കാൻ പറ്റുള്ളൂ. വേജൂസുലിൽ മുർത്തഹിനി, പണയത്തിന് സ്വീകരിച്ച ആൾക്കും അതിനെ വിൽക്കാം. മൊയ്അഹു, അതിനെ വിൽക്കൽ അതിന് തുല്യമാണ്. ഫീ ദൈനിൻ ഹാലിൻ, അവധി ഇറങ്ങിയ കടത്തിൽ, അയാൾ എനിക്കിപ്പോൾ തരാനായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്, അങ്ങനത്തെ സാധനത്തിൽ വിൽക്കാം. ബീദിനി റാഹിനി, പണയം വെച്ചവൻ്റെ സമ്മതത്തോടെ, കാരണം അയാൾ അതാണല്ലോ സാധനം. വഹളറത്തിഹി, അയാളുടെ സാന്നിധ്യത്തിലും വിൽക്കാം. പക്ഷേ അയാളിവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പറ്റില്ല. ബിഖിലാഫിഹി ഫി ഗൈബത്തിഹി, ആ വിൽപ്പന പറ്റില്ല. ഫി ഗൈബത്തിഹി, പണയം വെച്ചവൻ്റെ സാന്നിധ്യത്തിൽ പറ്റുകയില്ല. കാരണം അയാളോടെയാണ് ആ സാധനം. അത് ചെറിയ പൈസക്കൊക്കെ വിറ്റ് പോയാലോ, അപ്പോൾ അയാളെ സാന്നിധ്യത്തിൽ വിൽക്കാൻ പറ്റും. പക്ഷേ ഒന്നുണ്ട് കേട്ടോ, അയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടം വാങ്ങിയപ്പോൾ
ഞാൻ പൈസ കടം തന്നിട്ടില്ലെങ്കിൽ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ വിറ്റോണ്ടു, ലക്ഷത്തിന് വിറ്റോണ്ടു എന്നൊക്കെ പറഞ്ഞ് പൈസ കണക്കാക്കിയാണെങ്കിൽ പിന്നെ അയാളെ കാത്തിക്കണ്ടൊന്നുമില്ല. തെറ്റിദ്ധാരണ അല്ലല്ലോ. ഞാൻ പക്ഷേ ഖദ്ദറ പണയം വെച്ചയാൾ കണക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അസ്തമന വിൽക്കേണ്ട വില കണക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വഹ മുർത്തഹിൻ്റെ വിൽപ്പന സ്വഹീഹാണ് മുത്തലഖൻ, നിരുപാധികം, അയാളുടെ സാന്നിധ്യത്തിലായാലും അസാന്നിധ്യത്തിലായാലും. കാരണം ലിന്തിഫായി തുഹമത്തി, തെറ്റിദ്ധാരണ ഇല്ലല്ലോ. ഇനി വിൽപ്പന ഇപ്പോൾ റാഹിന് വിൽക്കാം, മുർത്തഹിന് വിൽക്കാം, ഖാദി വിൽക്കാം, ഇനി മൂന്നാമത്തെ കക്ഷിക്കും വിൽക്കാം. അങ്ങനെ മൂന്നാമത്തെ കക്ഷി വിൽക്കുക എന്നാണ് നിബന്ധന വെച്ചതെങ്കിലോ അതെ പറ്റും. അവിടെ പണയം വെച്ച ആളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വലവ് ഷറത്ത, ഇനി അവർ രണ്ടുപേരും നിബന്ധന പറഞ്ഞിരുന്നെങ്കിൽ എബി അഹു കടം വീട്ടിയില്ലെങ്കിൽ അതിനെ വിൽക്കണമെന്ന് സാലിസുൻ മൂന്നാമത്തെ ഒരാൾ ഇന്ദൽ മഹില്ലി കടത്തിന് അവധിയാകുമ്പോൾ മൂന്നാമത്തെ ആൾ വിൽക്കണമെന്ന് ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസബഹു മൂന്നാം കക്ഷിയുടെ വിൽപ്പന ജായിസാണ്. പക്ഷേ അയാൾ വിൽക്കേണ്ടത് എത്ര റുപ്യക്കാ? ബിസമനി മിസിലിൻ, അതിൻ്റെ മാർക്കറ്റ് വിലക്ക്. അതിനാ സമനി മിസിലി എന്ന് പറയാം. ഹാലിൻ, അത് കടത്തിന് വെക്കാനും പാടില്ല. റൊക്കം മാർക്കറ്റ് വിലക്ക് അതിനെ വിൽക്കൽ അനുവദനീയമാണ്. ഒരായിസ്തറത്ത് മുറാജാത്ത് റാഹിനി ഫിലിബൈ, അവിടെ പണയം വെച്ചയാളോട് വിൽപ്പനയ്ക്ക് വേണ്ടി ചോദിക്കൽ ഷർത്തില്ല. എന്നല്ല അസുല, കാരണം നേരത്തെ സമ്മതം കൊടുത്തണല്ലോ. കാരണം അടിസ്ഥാനം അസുല് ബക്കാവ് ഇതിനിഹി, അയാളുടെ സമ്മതം ബാക്കിയുണ്ട് എന്ന് തന്നെയാണ്. അയാളെ സമ്മതം ബാക്കി നേരത്തെ സമ്മതം കൊടുത്ത് പോയതല്ലേ, അപ്പോൾ ആ സമ്മതം ഇപ്പോഴും ബാക്കി ഉണ്ടാവലാണ് അസുല്. പക്ഷേ പരിൽ മുർത്തഹിനി ആരോട് ചോദിക്കണം? പണയം സ്വീകരിച്ച ആളോട് ചോദിക്കണം, ഈ മൂന്നാമത്തെ കക്ഷി. കാരണം എന്താ? ഞാൻ ഇപ്പോൾ വിൽക്കണ്ട, കുറച്ച് സമയം കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞാലോ? ലിഅന്നഹു ഖദ് യുംഹിലു, കാരണം അയാൾ സാവകാശം നൽകിയേക്കാം. ഔ യുബ്രി, അല്ലെങ്കിൽ കടം പൊരുത്തപ്പെട്ട് നൽകിയേക്കാം. അതുകൊണ്ട് എന്നോട് ചോദിക്കണം, മുർത്തഹിനാകുന്ന എന്നോട് ചോദിക്കണം, പണയം വെച്ച ആളോട് ചോദിക്കാൻ സ്ഥലത്തില്ല. ഓക്കെ, ഇനി എൻ്റെ കൈവശം എൻ്റെ അടുത്തുനിന്ന് 1,00,000 റുപ്യ കടം വാങ്ങി. എന്നിട്ട് അയാളെ കാറാണ് എൻ്റെ അടുത്ത് പണയം വെച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൃഗത്തെയാണ് പണയം വെച്ചതെങ്കിൽ, അല്ലെങ്കിൽ സ്വർണ്ണമാലയാണ് പണയം വെച്ചതെങ്കിൽ, അതിൻ്റെ ചെലവ് വഹിക്കേണ്ടത് ആരാണ്? പണയം വെച്ച ആളാണ്, ഉടമസ്ഥനാണ്. റാഹിനാണല്ലോ ഉടമസ്ഥൻ. മൃഗമാണെങ്കിൽ അതിൻ്റെ തീറ്റ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സൂക്ഷിക്കേണ്ട സ്ഥലത്തിൻ്റെ വാടക, ഇനി ഒരു കെട്ടിടത്തിൽ സൂക്ഷിക്കേണ്ടതാണെങ്കിൽ ആ കെട്ടിടം പൊളിഞ്ഞാടുകയാണെങ്കിൽ അത് രണ്ടാമത് നിർമ്മിക്കേണ്ട പൈസ, ഇതൊക്കെ. വാല മാലിക്കിഹി, പണയപ്പെട്ട വസ്തുവിൻ്റെ ഉടമസ്ഥന് ബാധ്യതയാണ്. അതാരായിരിക്കും ഉടമസ്ഥൻ? നേരത്തെ പറഞ്ഞു, ഞാൻ റാഹിനും പണയം വെച്ച ആളെന്നാവാം. ഔ മൊയ്രില്ലഹു, അല്ലെങ്കിൽ പണയം വെച്ച ആൾക്ക് വായ്പ കൊടുത്ത ആളാവാം. വായ്പ സാധനം പണയം വെക്കാലോ. അയാളുടെ ബാധ്യതയാണ്, അയാളുടെ മേൽ നിർബന്ധമാണ് മുഅനത്തുൽ മർഹൂനി, പണയം വെക്കപ്പെട്ട വസ്തുവിൻ്റെ ചെലവുകൾ, എക്സ്പെൻസ്. അത് പണയം സ്വീകരിച്ച ആളല്ല ഏൽക്കേണ്ടത്. ഇതുപോലെ നഫഖത്ത് റഖീഖിന് അടിമയുടെ ചെലവ്, വക്കിസ്വത്തിഹി അയാളുടെ വസ്ത്രം, അലഫി ദാബത്തിൻ മൃഗത്തിൻ്റെ തീറ്റ, ഉജ്റത്തി റദ്ദി ആബിഖിൻ ഒളിച്ചോടിപ്പോയ അടിമയെ തിരിച്ചു കൊണ്ടുവരാനുള്ള കൂലി. അടിമയാണ് പണയം വെച്ചിരുന്ന അടിമ പിന്നെ ഒളിച്ചോടിയാൽ അതിന് തിരിച്ച് കൊണ്ടുവരണ്ടേ? റദ്ദ് ആബിഖ്, ഒളിച്ചോടിപ്പോയ അടിമയെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ വാടക. മക്കാനി ഹിഫ്ദിന്, പണയ വസ്തു സൂക്ഷിക്കുന്നതിൻ്റെ വാടക. യാദത്തിമാ യുഹ്ദമു, പൊളിക്കപ്പെടുന്നത് രണ്ടാമത് നിർമ്മിക്കുന്നതിൻ്റെ കൂലി. ഇതൊക്കെ ആരാണ്? ഉടമസ്ഥനാണ് നൽകേണ്ടത്. ഇജ്മാഅനതിൽ തർക്കമില്ല. ഖിലാഫൽ ഇമാം ഹസൻ, ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അയാളല്ല വഹിക്കേണ്ടത്. ഓക്കെ, വലഹു ഒരു കൂട്ടർക്കും കൂടെ അർത്ഥം വെക്കാൻ ശ്രദ്ധിക്കുക. വലഹു മുർത്തഹിന ഉണ്ട്, പണയം സ്വീകരിച്ച ആൾക്കുണ്ട്. തലബ് ബൈഇഹി, പണയ വസ്തുവിനെ വിൽക്കാൻ ആവശ്യപ്പെടാം. ഔ തലബി ഖളാഇ ദീനി, അല്ലെങ്കിൽ കടം വീട്ടാൻ ആവശ്യപ്പെടാം. ഇല്ലം യുബ, വിൽക്കപ്പെടുന്നില്ലെങ്കിൽ. വലാ യുൽസിമുർ റാഹിന അൽസമ, എന്നാൽ പണയം വെച്ച ആൾ നിർബന്ധിക്കാൻ പറ്റില്ല.
അൽ ബൈ ആ വിൽപ്പനയ്ക്ക് ബിഹുസൂസി വിൽപ്പനയ്ക്ക് മാത്രം, മറിച്ച് ഇന്നമായത്തിൽ മുർത്തഹിൻ ആവശ്യപ്പെടുന്നത് അഹദൽ അംറൈനി രണ്ടാലൊരു കാര്യമാണ്, കടം വീട്ടാൻ അല്ലെങ്കിൽ വിൽക്കാൻ. എപ്പോഴാണ് ആവശ്യപ്പെടുക? വിൽക്കാൻ ഹല്ലദൈനും കടത്തിന് അവധിയായാൽ, കടം നൽകാനുള്ള സമയമായാൽ. വൈന്നമായ എബിയൂർ റാഹിനു, ഈ പണയം വെച്ച ആൾ വിൽക്കുക ഇതിന് മുർത്തഹിനി പണയം സ്വീകരിച്ച ആളുടെ സമ്മതത്തോടു കൂടെ മാത്രമാണ്. എന്തൽ ഹാജത്തി ആവശ്യമുള്ള സമയത്ത് വിൽക്കാൻ ആവശ്യമാകുമ്പോൾ. ലിയന്നലഹു, കാരണം മുർത്തഹിനുണ്ടല്ലോ ഫീഹി അതിൽ ഹക്കൻ, ഒരവകാശമുണ്ടല്ലോ. അയാൾ കൊടുത്ത കടത്തിൻ്റെ വസീഖത്തിനാണല്ലോ അത് പണയം വെച്ചത്. വയഖദ്ദിമുൽ മുർത്തഹിന, അയാൾ മുർത്തഹിനെയാണ് മുന്തിക്കേണ്ടത്. ബിസമനിഹി, വിറ്റ വില കൊണ്ട്, അല സായിലിന് കുറമായി മറ്റുള്ള കടക്കാരേക്കാൾ. ഈ വിറ്റ പൈസ ഇയാൾക്ക് തന്നെ കൊടുക്കണം. ഫൈൻ നബൽ മുർത്തഹിനുള്ളതിന്, അപ്പോൾ മുർത്തഹിന് സമ്മതം കൊടുക്കാൻ വിസമ്മതിച്ചാൽ ഖാലൂൽ ഹാക്കിമു മുർത്തഹിനോട് പറയും, ഇദൻ ഫി ബൈഹി, ഒന്നിക്കൽ നീ അവന് വിൽക്കാൻ സമ്മതം കൊടുക്കുക. അദീന യദനു എന്നതിന് അമ്രാണ് ഇദൻ ഔ അബിരി അബ്ര യുബിരി, അല്ലെങ്കിൽ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കും മിനത്തേനി എന്ന് പറയക്കണം. വൈജ്ബറു റാഹിനുൻ, പണയം വെച്ച ആൾ നിർബന്ധിക്കപ്പെടും. ഐ ഇജ്ബിറുൽ ഹാക്കിമു, ഭരണാധികാരി നിർബന്ധിക്കും. അല അഹദിൽ അമറിന് രണ്ടാലൊരു കാര്യത്തിന്. ഇതംതന, വിൽക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ബിൽ ഹബ്സി വാരി, തടവിലിട്ടുകൊണ്ടോ മറ്റോ. ഫൈ നസറ, അപ്പോഴും റാഹിൻ ഉറച്ചു നിന്നാൽ ഇംതിനായി തൻ്റെ വിസമ്മതത്തിൽ, ഔകാന ഗായിബൻ, അല്ലെങ്കിൽ അയാൾ സ്ഥലത്തില്ലെങ്കിൽ, വലൈസലഹു, എന്നാൽ അയാൾക്കില്ലതാനും, മാ ഒരു സ്വത്ത്, യുവഫ കടം വീട്ടും, മിൻഹു ആ സ്വത്തിൽ നിന്ന് എടുത്തിട്ട്. വഫ എന്നാണ് കടം വീട്ടിയെന്നാണ്, അതിൻ്റെ മജ്ഹൂലാണ് യുവഫ, വഫ യുവഫി യുവഫ. റോഹിനി പണയ വസ്തു അല്ലാതെ വേറൊന്നുമില്ല കടം വീട്ടാനെങ്കിൽ, ബാഹു അലിഹി ഖാദിന്, അയാൾക്കെതിരെ ഖാദി വിൽപ്പന നടത്തും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ സുബൂത്തി ദൈനി, ഖാദിയുടെ അടുക്കൽ സാക്ഷികൾ മുഖേന കടം സ്ഥിരപ്പെടണം. അപ്പോൾ മിൽക്ക് റാഹിനി ആ പണയ വസ്തു പണയം വെച്ചവൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് സ്ഥിരപ്പെടണം. റഹിനി, ഇവിടെ പണയം നടന്നിട്ടുണ്ട് എന്നും സ്ഥിരപ്പെടണം. കൗനിഹി ബി മഹല്ലി വിലായത്തിഹി, ആ വസ്തു ഇവൻ്റെ അധികാരപരിധിയിലാണ് എന്നും സ്ഥിരപ്പെടണം. ഇപ്പോൾ കെട്ടിക്കാൻ രക്ഷിതാവില്ലാത്ത ഒരു കുട്ടീനെ കെട്ടിക്കണമെങ്കിൽ ആ കുട്ടി എവിടെയാണുള്ളത്, ഏത് ഖാദിൻ്റെ അധികാരപരിധിയിലാണോ ഉള്ളത്, അവിടെയുള്ള കുട്ടികളെ കെട്ടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഖദീന മിസ്ലമി, അതിൻ്റെ വിലയിൽ നിന്ന് കടം വീട്ടുകയും വേണം. അല്ലെങ്കിൽ നറളി മുർത്തഹിനി, വായ്പ വാങ്ങിയവൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി. യജൂസുൽ മുർത്തഹിനി ബൈഅഹു, ഇനി മുർത്തഹിൻ അതിനെ വിൽക്കാം. ഫി ദൈനിൻ ഹാലിൻ, അവധിയായ കടത്തിൽ. ബീദിന് റാഹിൻ്റെ സമ്മതത്തോടെയാണ് വിൽക്കുക. വഹദറത്തിഹി, അവൻ്റെ സാന്നിധ്യത്തിലും. ബി ഖിലാഫിഹി, ആ വിൽപ്പന പാടില്ല. ഫി ഗൈബത്തിഹി, അവൻ്റെ അസാന്നിധ്യത്തിൽ പാടില്ല. പക്ഷേ ഇൻ ഖദ്ദറ ലഹു സമന, അവൻ നാട് വിടുന്നതിന് മുമ്പ് തന്നെ വില കണക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വഹ, മുർത്തഹിൻ്റെ വിൽപ്പന സ്വഹിയാണ് മുത്തലഖൻ, അവൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും നിരുപാധികം. ഇന്തിഫായി തുഹമത്തി, അവിടെ തെറ്റിദ്ധാരണയില്ലല്ലോ. വലൗ ഷറത്ത, ഇൻതഫ എന്നാണ് ഇല്ലാതെയായി എന്നാ, തുഹമത്ത് തെറ്റിദ്ധാരണ. വലൗ ഷറത്ത യബിയാഹു സാരിസുൻ, അതിന് മൂന്നാമത്തെ ഒരാൾ വിൽക്കണമെന്ന് ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടുപേരും ഇന്ദൽ മഹില്ലി, കടത്തിന് അവധിയാകുമ്പോൾ, ജാസബൈ മൂന്നാമത്തെ ആൾ വിൽപ്പന ജായിസാണ്. ബിസമനി മിസിലിൻ ഹാലിൻ, റൊക്കം മാർക്കറ്റ് വിലക്കൾ വിൽപ്പന സ്വയാണ്. വലായിസ്തറത്ത് മുറാജാത്തു റാഹിനി ഫിൽ ബൈ, ആളെ വിൽപ്പനക്ക് പണയം വെച്ചയാളോട് സമ്മതം ചോദിക്കൽ ഷർത്തില്ല. ലിയന്നൽ അസ്ല ബഖാഉദിനിഹി, കാരണം അസ്ല് ആളെ സമ്മതം ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ബലിൽ മുർത്തഹിനി, അത്തഫാണ് ബല്ല്, ഒടുക്ക് റാഹിനി എന്നോടത്ത് അത്തഫ്, അപ്പോൾ ജറ് കിട്ടും. ബല്ല് അത്തഫിൻ്റെ അർഫാണല്ലോ. റാഹിനോട് സമ്മതം ചോദിക്കൽ ഷർത്തില്ല. ബലിൽ മുർത്തഹിനി, പണയം സ്വീകരിച്ച ആളോട് സമ്മതം ചോദിക്കൽ ഷർത്താണ്. ലിയന്നഹു ഖദീം ഹിലു, കാരണം അയാൾ ഇനിയും സാവകാശം ചെയ്തേക്കാം. അംഹല ഔ യുബ്രി, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. വാല മാലിക്കി, പണയ വസ്തുവിൻ്റെ ഉടമസ്ഥനാണ് വഹിക്കേണ്ടത്. അത് പണയം വെച്ചാളാകാം, അല്ലെങ്കിൽ അയാൾക്ക് വായ്പ കൊടുത്താളാം. മുഅനത്തുൽ മർഹൂനി, പണയം വെക്കപ്പെട്ട വസ്തുവിൻ്റെ ചിലവ്. വാല മാലിക്കി ജാർ മജറൂർ ഖബർ മുഖദ്ദമാണ്. മുഅനത്തുൻ മൂത്ത മോഹറാണ്. കനഫഖദ് റഖീഖിന് അടിമൻ്റെ ചിലവ്. വഖിസ്വത്തി, അയാളെ വസ്ത്രം. വാല ഫിദാബത്തിൻ, മൃഗത്തിൻ്റെ തീറ്റ. ഉജറത്തി റദ്ദി ആബഖിൻ, ഒളിച്ചോടിപ്പോയ പണയം വെക്കപ്പെട്ട അടിമ ഒളിച്ചോടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കൂലി. മക്കാനി ഹിഫ്ദിൻ, സൂക്ഷിക്കാനുള്ള സ്ഥലത്തിൻ്റെ വാടക. യാദത്തിമായുഹ്ദമു, പൊളിക്കപ്പെടുന്ന കെട്ടിടത്തിൻ്റെ
യാദത്ത് മടക്കി പുനർനിർമ്മിക്കാനുള്ള വാടക കൂലി ഇതൊക്കെ അവന് വഹിക്കണം. ഇജ്മാഅൻ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ആർക്ക് എതിരായിട്ട്? ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതിനെതിരായിട്ട്. അപ്പോൾ ചിലവ് കൊടുക്കണം. അപ്പോൾ ചിലവ് കൊടുക്കണമെങ്കിൽ ഇവിടെ പണയം വെച്ച ആൾ വേണ്ടേ? അയാൾ ചിലവ് വിട്ട് എന്ത് ചെയ്യും? ഈ മൃഗം പട്ടിണി കിടക്കാൻ പറ്റുമോ? പട്ടിണി ആയി ചകാൻ പറ്റുമോ? ഈ പുല്ല് കൊടുക്കണ്ടേ? എന്ത് ചെയ്യും? അതിനെക്കുറിച്ചാണ് അടുത്ത പാഠത്തിൽ പറയുന്നത്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. അസ്സലാമു അലൈക്കും.